പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ടും ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചില സമയത്തുണ്ടല്ലോ, ഞാൻ ഓർക്കുവേ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? ഇപ്പം മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്ങളുടെ വഴിക്ക് പോയെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല. അങ്ങനെ തന്താങ്ങളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ല. റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത്. ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയെ ശരിക്കും. എന്താണെന്നറിയാവോ? ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും, ആദത്തിൻ്റെ മകൻ സേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ കടിച്ചു തൂങ്ങരുത്, ആ ഫിഗറെ കടിച്ചു തൂങ്ങരുത്. മനുഷ്യ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദത്തിൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല. മനുഷ്യപ്രകൃതി, ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത്. ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അല്ല വേറെ ഒരു സൃഷ്ടി നടത്തില്ല ദൈവം. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു. നെവർ ഹിഡ്. ആ പ്രകൃതിയെ തന്നെയാണ്, അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയണത്. അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ ബുദ്ധിബോധം ഇല്ലാത്തതിനെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റുകയുള്ളൂ. എന്നിട്ട് അവൻ അവിശ്വാസിയായി മാറും. അങ്ങനൊന്നുമല്ല. ദൈവസ്നേഹം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട്. അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ്. ദൈവസ്നേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി. ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല. പ്രകൃതി എന്ന് പറയണത് ദൈവം മനുഷ്യനെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തെ, കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലുമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യണ തുല്യമാണ്. ദൈവം നമ്മുടെ തെറ്റുകളുടെ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ? അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിലത് വരണത്. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ല എന്ന് പറഞ്ഞില്ല. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും,
ആൾക്കാർ പ്രസവിക്കുമ്പോൾ എന്താ പറയണത്, അവൻ്റെ കൂടെ ജോലി കിട്ടും, വീട് കിട്ടും, പെണ്ണ് കെട്ടിച്ച് കിട്ടും, കൊച്ചു കിട്ടും, പറമ്പ് കിട്ടും, അവനോടും കൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ വചനത്തിൻ്റെ കിടപ്പ് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിൽ ഏൽപ്പിച്ചവരാണ്. അവനോട് സമസ്തം എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് വരണേ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞ കരുണ കാണിക്കലും ക്ഷമ കാണിക്കലും തന്നെയാണ് സമസ്തത്തിൽ വരണത്. പത്രോസ് സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ? എന്താണ്? യഹൂദിൻ്റെ ദൃഷ്ടിയിൽ അതൊരു ഒരു മാരകഭാവം പോലെയല്ല വരും. കണ്ടവൻ്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതപ്പിച്ച് എന്തൊരു പരിപാടിയാണ്! ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ? ആഴ്ചകളെ എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഗ്രൗണ്ടുണ്ട്. കർത്താവിന് അനന്ത വിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയും, ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ചേർത്ത് നിർത്തും. എല്ലാ പാപികളുടെയും കണ്ണു നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും. അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും, എന്തെങ്കിലും കണ്ടുപിടിക്കും. കാര്യത്തിൽ അവനോടുകൂടെ സമസ്തവും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അതുണ്ട്. അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പോൾ അതിനിടക്കുള്ള ചീളി കേസാണ് സാപത്ത് ലംഘനവും ഗോതമ്പ് കട്ടു തിന്ന കേസൊക്കെ. സമസ്തവും ഇപ്പം ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന്. അതാണ് ദൈവം. ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറിക്കൂടും. അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ചിലർക്ക് എന്തെല്ലാം ദൗത്യം പറഞ്ഞാലും സാരമില്ല, അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊള്ള എന്താ തെറ്റിരിക്കണത്, അവളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തെ അറിയാവുന്നവർ നോക്കാം കേട്ടാ. മാതാവാണ് അതൊക്കെ ടോപ്പ്. അതാണ് അവർ അവരുടെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറയണത് ദൈവസ്നേഹം തന്നെയാണ് പറയണത്. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹം നിറഞ്ഞെന്ന് പറയണതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു, ആലോചിച്ചു, ഹൃദയത്തിൽ സംഭരിച്ചു എന്നൊക്കെ പറയും. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. വെറും 3 KD രൂപ ചിലവിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ സ്പോൺസർഷിപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡ്, അത് GCC കൺട്രിയിൽ ഒരിക്കലും ഞങ്ങളുടെ അവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ വിസ എടുക്കാനും ഹസ്ബൻഡ് അവിടെ വന്നിട്ട് റീജോയിൻ ചെയ്യാനുള്ളൊരു അവസരം അമ്മ മാതാവ് എനിക്ക് തന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെയും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് അത് ഇടയാക്കി. ഞാൻ എൻ്റെ മക്കളോട് പറയും, കണ്ടോ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം മാതാവ് നമ്മളെ സഹായിക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഓരോ അടയാളങ്ങളും തരുന്നത്. നിങ്ങൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൽ ഈശോയുടെ കരം പിടിച്ച് അമ്മയുടെ കരം പിടിച്ച് ജീവിക്കാനായിട്ട് ഈ സാക്ഷ്യങ്ങൾ തരുന്നതെന്ന് ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു, മനീഷ് എന്നാണ് പേര്. ആ മകൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് എന്തോ പ്രോബ്ലം ഉണ്ടായി. എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്.
അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ നെഞ്ചിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് ഫലമായി ബുദ്ധിമുട്ടുകൾ മാറി, ആ ഹെവിനെസ് മാറി, അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യപ്പം അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിലും പുള്ളി അത് ഓപ്പറേഷൻ ചെയ്തപ്പം പറഞ്ഞു, ചേച്ചി എനിക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ട, വാൽവ് അത് തുറന്നു കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും റിപ്പയർ ചെയ്ത് ഫിനിഷ് ആക്കാനുള്ള ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എനിവേ ബാംഗ്ലൂരാണ് സർജറി നടത്തിയത്. ഓപ്പൺ ചെയ്തു. അതിനകത്തുള്ളൊരു മൈന്യൂട്ടായിട്ടുള്ള റിപ്പയർ മാത്രം നടത്തി അത് ഓപ്പറേഷൻ സക്സസ് ആയി. ഇപ്പോൾ ആ മകൻ നല്ല സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ന്യൂസിലൻഡിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നു. അമ്മ മാതാവിലും ഈശോയിലും ഒത്തിരി വിശ്വാസത്തോടെ ആ മകനും വൈഫും ഇപ്പോഴും അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജപമാല ചെല്ലാനായിട്ട് എനിക്കങ്ങ് ഒരു ഹരമായിരുന്നു ജപമാല ചെല്ലുന്ന ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും ഉണ്ട്. ഞാൻ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ 12ഉം 13ഉം ഒക്കെ ജപമാലകൾ ഒരു ദിവസം ചെല്ലിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അത് 4ആയിട്ട് കുറഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ശേഷം എങ്കിലും ഞാൻ അത് ചെല്ലാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. അന്നൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ 36 ജപമാല വരെ ചെല്ലാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ അതിലൊത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ വെളിയിൽ മാറി നിൽക്കുമ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു നിമിഷം കിട്ടിയാലും എനിക്ക് കൊന്ത ചെല്ലണം എന്നുള്ളൊരു സ്പിരിറ്റ് അല്ലാതെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം, എവിടെ ഒരു ഇച്ചിരി റിക്രിയേഷൻ സമയം കിട്ടിയാലും ഞാൻ എവിടെയെങ്കിലും കോണി മാറി ഇന്ന് കൊന്ത ചെല്ലും. അതെൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി കൃപകൾ എൻ്റെ ഈശോയിൽ നിന്ന് നേടിയെടുക്കാൻ എനിക്ക് അമ്മ മാതാവ് വഴി സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വലിയ കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു. അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാരെ പോയി കാണാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒത്തിരി എന്നെ സഹായിച്ചു. അതിനെല്ലാം കാരണം എൻ്റെ കൃപാസനത്തിലെ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത്, ഞാൻ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് പറ്റും. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല. എങ്കിലും ഞാനവിടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാനുള്ളൊരു കൃപ നൽകി. ഇവിടെയാണെങ്കിലും ഇപ്പം വന്നതിന് ശേഷം ഒരു ദിവസം പോലും ദിവ്യബലി മുടക്കാൻ, അച്ഛൻ പറയുന്നത് പോലെ ദിവ്യബലിയിൽ രാവിലെ അണയാനായിട്ടുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇനി കുറേ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെല്ലാം അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. അമ്മ എനിക്കത് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇതുപോലെ ഒരു വൈകുന്നേരം 4 മണിയായപ്പം പത്രം വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ അവിടെ കയറുമ്പം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണമാണ്. ആദ്യം ഞാൻ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലും മുല്ലപ്പൂ ഇട്ടിട്ടുണ്ടായിരിക്കുന്നു ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബോധമൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ കയറി വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും മണം, എങ്ങോട്ട് ഇറങ്ങുമ്പോഴും മണം, ഭയങ്കര മണമാണ്. അപ്പം പിന്നീട് അന്നേരം ഓർത്ത്, സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും പറയുന്ന കേട്ടിലുണ്ടല്ലോ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടായി. മാതാവിൻ്റെ സാക്ഷ്യം അന്നേരം എനിക്ക് മനസ്സിൽ തട്ടി, അമ്മ ഇവിടെ ഉണ്ട്, അതല്ലേ ഇത്രയും ഇത് കൂട്ട് ശക്തമായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകുന്ന. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് അത് ഓർത്തിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള ആ വലിയ കൃപ കിട്ടിയതിനെ ഓർത്ത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന കൃപാസനത്തിലെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ ആൾത്താരിൽ വന്ന് നിൽക്കാൻ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഉഷ, കോട്ടയത്തു നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 25-ാം തീയതി 2022. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2019 വർഷത്തിൽ അറിയുന്നതാണ്. പക്ഷേ അന്ന് എൻ്റെ കൂട്ടുകാരി ഹിന്ദുവാണ്. ആ കൂട്ടുകാരി പത്രവും പ്രാർത്ഥനയും ഉപ്പും നേർച്ച വസ്തുക്കളും എല്ലാം തന്ന് ഇന്ന് 90 ദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എനിക്ക് തന്നു. 6 നിയോഗം വെച്ചു. അതിൽ 6ാമത്തെ നിയോഗമായ ഭവനത്തിനാണ് ഞാൻ 6ാമത്തെ നിയോഗം വെച്ചത്. ബാക്കിയെല്ലാം വെച്ചിരുന്നു. എന്നാലും ഭവനമാണ് എനിക്ക് ആദ്യം 2019 തന്നെ പണിയാൻ തുടങ്ങി. ആ ഭവനം പണിയാതെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഹിന്ദു ആയതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം വീട്ടിലില്ലായിരുന്നു.
2020 പകുതിയായപ്പോഴേക്കും കൊറോണ വന്നു. ആ സമയത്തെല്ലാം തടസ്സങ്ങൾ വന്നെങ്കിലും ഞാൻ മൊബൈലിലെ ജപമാല വരുമായിരുന്നു ഇവിടുത്തെ. ആ ജപമാലയിൽ എഴുതി വിട്ടും തടസ്സങ്ങളെല്ലാം നീക്കിയും ഞങ്ങൾ 2022 ഏപ്രിൽ 28 പാലുകാച്ചൽ നടത്തി. അതിനുശേഷം ഞാൻ ജൂലൈ 25 2022 തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായ എൻ്റെ കൊച്ചിന് കാവ്യമോളക്ക് ശ്വാസം മുട്ടലും തുമ്മലും ഉണ്ടായിരുന്നു. ആ തുമ്മൽ 14 വയസ്സായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊച്ചിലെ വരുന്നതേ മാറുകയുള്ളൂ, പിന്നീട് വരുന്നത് മാറത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഉപ്പും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി വൈകിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും മാറിയെങ്കിലും ഇടയ്ക്ക് അവർ ഉടമ്പടി എടുത്തെങ്കിലും അച്ഛനും മോളും ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണത്തില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട് തിരിച്ചു വരും. ആ ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്നേ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും മാറിക്കിട്ടി. രണ്ടാമതായി നിയോഗം വെച്ചത് എൻ്റെ മൂന്നാമത്തെ മകളായ ഭവ്യയ്ക്ക് തലയിൽ താരൻ ഇങ്ങനെ പൊളിഞ്ഞ് നിറയെ വരുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെവിയിലും തൊലി മുഴുവൻ പോയി കമ്മലിടാൻ പാടില്ലായിരുന്നു. അതുപോലെ എല്ലാവരും കാണുന്നവരെല്ലാം ചോദിക്കുമായിരുന്നു ഇത് എന്ത് പറ്റിയതാ. അത് മൂലം ഞങ്ങൾ ഡോക്ടറെ കാണുമായിരുന്നു. അവിടെ നിന്നെല്ലാം ഷാമ്പു തരും, പിന്നെയും വേറെ ഡോക്ടറെ കാണും. അങ്ങനെ മാറിപ്പോയി ഒരു ഡോക്ടറെ കണ്ടു. അത് തൈലവും ഷാമ്പും തൈലം പുരട്ടുന്ന പ്രാർത്ഥിച്ച് പുരട്ടിയതിൻ്റെ ഫലമായി ഷാമ്പുവും പെട്ടതിൻ്റെ ഫലമായി തന്നെ അത് പൂർണ്ണമായും മാറി. അതിനിടയ്ക്ക് ആ കുഞ്ഞിനെ ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 25 അതിൻ്റെ ഇടയ്ക്ക് തന്നെ സെപ്റ്റംബർ 11 ആ കുഞ്ഞിന് ഭവ്യയ്ക്ക് ഫിക്സ് പോലെ വന്നു. പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു, പരീക്ഷയ്ക്ക് ഫിക്സ് പോലെ വന്നിട്ട് കണ്ണ് തുറക്കാതെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന കാശുരൂപം ഊരി കൈ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണ് തുറന്നു. അതിനു മുമ്പ് ഞാനൊരു സാക്ഷ്യം കണ്ടായിരുന്നു. ഇതുപോലൊരു കുഞ്ഞിന് വന്നപ്പോൾ അമ്മ ചെയ്ത് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാനത് പെട്ടെന്ന് തന്നെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് കണ്ണ് തുറന്നായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നുള്ള പരിശോധനയിൽ CT സ്കാനും EEGയും എല്ലാ പരിശോധനകളും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും എല്ലാം ചൊല്ലിയതിൻ്റെ ഫലമായി ഒരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നെ പരീക്ഷയോടുള്ള പേടി കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനെ കഴിഞ്ഞ് നല്ലവണ്ണം മാർക്ക് കിട്ടുകയും എല്ലാം ചെയ്തു. അതെല്ലാം അമ്മയുടെയും തിരുക്കുമാരൻ്റെയും എന്നോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് എൻ്റെ അനിയത്തിക്ക് എപ്പോഴും അസുഖങ്ങളാണ്. കല്യാണം കഴിഞ്ഞതായിരുന്നു, എപ്പോഴും അസുഖം, എന്തെങ്കിലും കാര്യം പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരവാണ്. പല്ലുവേദന, കാലുവേദന, ആശുപത്രി പോകണം, പിന്നെ മൗനമായി കിടപ്പായി എല്ലാമായി. കഴിഞ്ഞ ഏപ്രിലിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു, പക്ഷെ കിട്ടിയില്ല. അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന്ന പ്രാർത്ഥനയും ചെല്ലുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഏപ്രിലിൽ അവൾ ഡിപ്രഷനും മരുന്ന് കഴിച്ചു. അതും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഫലമായി ഈ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് 1 വർഷമാവും. അവൾക്ക് ആശുപത്രി പോകണം എന്നുള്ള ചിന്തയോ അതിൻ്റേതായ ഒരു അസുഖങ്ങളും വരുമോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയോട് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് യൂട്രസിന് ഇറങ്ങി വരുന്ന ഇതുണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ കൈ മരവി തടി പോലെ ഇരിക്കുമായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ തലവേദന, എവിടെ പോയിട്ട് വന്നാലും ബാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിടക്കുമ്പോഴെല്ലാം ഈ ബാം പുരട്ടണം. അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ദൈവമാതാവ് എൻ്റെ എടുത്തു കളഞ്ഞു. ദൈവത്തിന് നന്ദി, അമ്മ മാതാവിനും നന്ദി. പിന്നെ ഞാൻ അടുത്തുള്ളവർക്കെല്ലാം ഉപ്പും ഫോട്ടോയും എല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ലോക്കറ്റ് അതെല്ലാം വിതരണം ചെയ്യും. പിന്നെ എനിക്ക് ജപമാല റാണിയിൽ പങ്കെടുക്കാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. കൃപാസന പത്രം ഒരാൾ വാങ്ങിക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പറയുമായിരുന്നു വാങ്ങിക്കണ്ട എന്ന് പറയുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേട്ട് കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി കൊടുക്കും. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 കെട്ടും 1 കെട്ടും ഒക്കെ തീരുക തന്നെ ചെയ്യും. ഇത്രയും പിന്നെ എല്ലാവർക്കും ഞാൻ എന്നെ ലോക്കറ്റ് എപ്പോഴും കൈവശമുണ്ട്. ഈ ലോക്കറ്റ് ഞാൻ അവർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയും. ഞാൻ 13 ഒക്ടോബർ 2021 ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ വെച്ചു.
പിന്നെ 3 നിയോഗങ്ങൾ നടന്നു. നിയോഗത്തിൽ വെക്കാത്തതും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും സാധിച്ചു തന്നു. ആദ്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് 10 വർഷമായിട്ട് ചെവിക്ക് പഴുപ്പും വെള്ളവും വരും, ഹോളും ഉണ്ട്. 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഡോക്ടറെ കാണും. ഡോക്ടർ കുറേ മരുന്നൊക്കെ തരും, അതൊക്കെ ഒഴിക്കും. ആൻറ്റിബയോട്ടിക്സ് തരും, അത് കഴിക്കും. ആ മരുന്ന് നിർത്തിയാൽ ഉടനെ തന്നെ വീണ്ടും വരും, പിന്നെയും പോകും. അങ്ങനെ 10 വർഷത്തോളം കൊണ്ട് നടന്നു. ഡോക്ടർ പറഞ്ഞു ഈ ഹോള് പോകണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ആളിന് ഷുഗറുണ്ട്, പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയൊരു വിഷമം. ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു.